അമേരിക്കയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന മലയാളി സമൂഹത്തിനും പ്രവാസി പ്രൊഫഷണലുകൾക്കും തങ്ങളുടെ രാഷ്ട്രീയ സാമൂഹിക സുരക്ഷിതത്തിൽ വളരെ ആശ്വാസവും അഭിമാനവും നൽകുന്ന നിർണായകരമായ ഭരണകൂട തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡെൽവെയർ, ന്യൂയോർക്ക്, ന്യൂജേഴ്സി, മസാച്ചുസെറ്റ്സ് തുടങ്ങിയ അമേരിക്കൻ സംസ്ഥാനങ്ങൾ ഓഗസ്റ്റ് 15 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ ആയി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ഗവർണർ തല വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കേവലം ഒരു ആചാരപരമായ ദിനാചരണ പ്രഖ്യാപനം എന്നതിനപ്പുറം അമേരിക്കൻ ഭരണകൂട തലങ്ങളിൽ പ്രവാസി ഇന്ത്യൻ മലയാളി സമൂഹത്തിന് ലഭിക്കുന്ന ഉയർന്ന ഭരണഘടനാപരമായ അംഗീകാരത്തിന്റെയും വളരുന്ന രാഷ്ട്രീയ സാന്നിധ്യത്തിന്റെയും വലിയൊരു തെളിവാണ് ഈ നയപരമായ മാറ്റങ്ങൾ. ഡെൽവെയർ, ന്യൂയോർക്ക്, ന്യൂജേഴ്സി ഗവർണർമാർ ഔദ്യോഗികമായി ഒപ്പുവെച്ച ഈ പ്രൊക്ലമേഷനുകളിൽ പ്രവാസി സമൂഹം അമേരിക്കയുടെ സാമ്പത്തിക, സാമൂഹിക, സാങ്കേതിക മേഖലകളിൽ നൽകിയ മികച്ച സംഭാവനകളെ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. IT, ഹെൽത്ത് കെയർ, ഉന്നത വിദ്യാഭ്യാസം, ബിസിനസ്, ശാസ്ത്ര ഗവേഷണം തുടങ്ങിയ തന്ത്രപ്രധാനമായ അമേരിക്കൻ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളാണ് ഈ സംസ്ഥാനങ്ങളിലെ പ്രധാന ജനസംഖ്യാപരമായ കരുത്ത്. തങ്ങളുടെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സമൃദ്ധിയിൽ പ്രവാസി സമൂഹത്തിന്റെ പങ്ക് അതിനിർണായകമാണെന്നും അവരുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളും തൊഴിൽ മികവും അമേരിക്കൻ സമൂഹത്തിന്റെ ഘടനയെ കൂടുതൽ ശക്തമാക്കുന്നു എന്നുമാണ് US ഗവർണർമാരുടെ പ്രഖ്യാപന രേഖകളിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു പ്രവാസി മലയാളി എന്ന നിലയിൽ ഇതിന്റെ പ്രായോഗിക രാഷ്ട്രീയ വശവും സുരക്ഷാ തലങ്ങളും നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയം കൂടുതൽ ധ്രുവീകരിക്കപ്പെടുകയും ഫെഡറൽ ഇമിഗ്രേഷൻ നയങ്ങൾ അക്കടി മാറുകയും ചെയ്യുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഇത്തരം സ്റ്റേറ്റ് ലെവൽ പ്രൊക്ലമേഷനുകൾ പ്രവാസികൾക്ക് നൽകുന്ന സുരക്ഷിതത്വ ബോധം ചെറുതല്ല. പ്രാദേശിക സർക്കാരുകളുടെയോ കൗണ്ടി പോലീസിന്റെയോ പിന്തുണ ഉറപ്പാക്കാനും വംശീയ അധിക്ഷേപങ്ങൾക്കോ വിദ്വേഷ അതിക്രമങ്ങൾക്കോ എതിരെ നിയമപരമായ പരിരക്ഷ ശക്തമാക്കാനും ഇത്തരം സ്റ്റേറ്റ് തല പ്രഖ്യാപനങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രാദേശിക നിയമനിർമ്മാണ സഭകളിൽ, പ്രത്യേകിച്ച് സിറ്റി കൗൺസിലുകളിലും സ്റ്റേറ്റ് സെനറ്റുകളിലും പ്രവാസി ഏഷ്യൻ അമേരിക്കൻ സമിതികൾക്ക് കൂടുതൽ രാഷ്ട്രീയ ശബ്ദം ലഭിക്കാൻ ഇത് വഴിയൊരുക്കുന്നു. വിസ പ്രതിസന്ധികളും ഇമിഗ്രേഷൻ പ്രോസസിംഗ് വൈകലുകളും അനുഭവിക്കുന്ന പ്രവാസികൾക്ക് സ്റ്റേറ്റ് തലത്തിലുള്ള ജനപ്രതിനിധികളുടെയും ഗവർണർമാരുടെയും പിന്തുണ ലഭിക്കുന്ന ഒന്നുകൂടിയാണ് ഇത്. H-1B വിസ എക്സ്റ്റൻഷനുകൾ, ഗ്രീൻ കാർഡ് വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കൽ, വിസ സ്റ്റാമ്പിംഗ് ഇളവുകൾ, H-4 ആശ്രിതരുടെ തൊഴിൽ അവകാശങ്ങൾ എന്നിവയിൽ വാഷിംഗ്ടൺ DC-യിലെ കേന്ദ്ര ഫെഡറൽ ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ഇത്തരം ശക്തമായ പ്രാദേശിക തീരുമാനങ്ങൾക്ക് സാധിക്കും. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ഡെൽവർ തുടങ്ങിയ പ്രവാസി മലയാളി സാന്നിധ്യം കൂടുതലുള്ള കേന്ദ്രങ്ങളിൽ പ്രാദേശിക ഗവർണർമാരുമായും സെനറ്റർമാരുമായും നടത്തുന്ന ചർച്ചകൾ ഇമിഗ്രേഷൻ ബില്ലുകളിൽ അനുകൂലമായ ഭേദഗതികൾ കൊണ്ടുവരാൻ എന്നും തുണയായിട്ടുണ്ട്. സാമ്പത്തികവും തൊഴിൽപരവുമായ രീതിയിൽ നോക്കുമ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ രണ്ടാം തലമുറ മലയാളി കുട്ടികൾക്കും യുവാക്കൾക്കും പൊതുമേഖലയിലും അമേരിക്കൻ ഭരണസമിതികളിലും ഉയർന്ന സ്ഥാനങ്ങൾ അലങ്കരിക്കാനുള്ള അന്തരീക്ഷമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ്, പബ്ലിക് സർവീസ്, പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റികൾ എന്നിവയിൽ പ്രവാസി പങ്കാളിത്തം വർദ്ധിക്കുന്നത് ഭവന വായ്പ ആനുകൂല്യങ്ങൾ, ചെറുകിട ബിസിനസ് ഗ്രാന്റുകൾ, പ്രാദേശിക നികുതി ഇളവുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ കമ്മ്യൂണിറ്റിക്ക് മുൻഗണന ലഭിക്കാൻ സഹായിക്കും. പ്രാദേശിക റിയൽ എസ്റ്റേറ്റ്, വ്യാപാര മേഖലകളിൽ വലിയ രീതിയിൽ നിക്ഷേപം നടത്തുന്ന മലയാളി കുടുംബങ്ങൾക്ക് ഈ നിയമപരമായ അംഗീകാരം വലിയൊരു അനുഗ്രഹമാണ്. ഈ ഘട്ടത്തിൽ അമേരിക്കയിലുള്ള മലയാളി അസോസിയേഷനുകളും പ്രവാസി സാംസ്കാരിക കൂട്ടായ്മകളും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, നിങ്ങളുടെ പ്രാദേശിക നഗരങ്ങളിലെയും കൗണ്ടികളിലെയും സിറ്റി കൗൺസിൽ യോഗങ്ങളിൽ പങ്കാളികളാകുകയും കമ്മ്യൂണിറ്റി ബോർഡറുകളിൽ പ്രവാസി മലയാളികളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും ചെയ്യുക. രണ്ടാമതായി, നിങ്ങളുടെ പ്രദേശത്തെ ഗവർണർമാർക്കും കോൺഗ്രസ് അംഗങ്ങൾക്കും നിവേദനങ്ങൾ സമർപ്പിക്കുമ്പോൾ പ്രവാസി പ്രൊഫഷണലുകൾ നേരിടുന്ന വിസ ബാക്ക്ലോഗുകളും ഗ്രീൻ കാർഡ് കാത്തിരിപ്പുകളും ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ ഔദ്യോഗിക ദിനാചരണ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. മൂന്നാമതായി, അമേരിക്കയിലെ ഉയർന്നു വരുന്ന തലമുറയിലെ പ്രവാസി മലയാളികളെ പ്രാദേശിക രാഷ്ട്രീയത്തിലും സിവിക് ആക്ടിവിസത്തിലും സജീവമായി പങ്കാളികളാക്കാൻ പ്രോത്സാഹിപ്പിക്കുക. കൂടുതൽ US സംസ്ഥാനങ്ങൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിൽ വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കൂടുതൽ ഇമിഗ്രേഷൻ വാർത്തകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.